ഇറാനിലെ എല്ലാ തുറമുഖങ്ങളിലേക്കുമുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിനനുസൃതമായി ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് വരുന്നതും അവിടെ നിന്ന് പോകുന്നതുമായ എല്ലാ കപ്പലുകളെയും ഈ വിലക്ക് ബാധകമായിരിക്കും. എല്ലാ കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കും. എന്നാൽ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഗൾഫിനെയും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു വരുന്ന ഇറാനിയൻ ഇതര തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ മാത്രമേ തടയൂ എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിനും സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനത്തിനും തമ്മിൽ ചെറിയ വൈരുദ്ധ്യങ്ങളുണ്ട്. ഇതിനെതിരായിട്ട് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈനിക കപ്പലുകൾ ഈ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും കർശനമായ നിയന്ത്രണങ്ങളോടെ സിവിലിയൻ കപ്പലുകളെ മാത്രമേ കടത്തിവിടുകയുള്ളൂ എന്നാണ് അവർ ഇതിനോടകം തന്നെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന പ്രഖ്യാപനവും സെൻട്രൽ കമാൻഡിന്റെ പ്രഖ്യാപനവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വൈരുദ്ധ്യം എന്താണെന്നാൽ അവർ നൽകുന്ന വിശദീകരണത്തിലാണ് ചെറിയ വ്യത്യാസങ്ങളുള്ളത്. എല്ലാ കപ്പലുകളെയും തടയുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്നതും ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് വരുന്നതുമായ കപ്പലുകളെ മാത്രമേ തടയൂ എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലുള്ള നിയമസാധുതയെ അന്താരാഷ്ട്ര ജലപാതയിൽ വാണിജ്യ കപ്പലുകളെ തടയാൻ അമേരിക്കയ്ക്ക് നിയമപരമായ അധികാരമുണ്ടോ എന്ന സംശയത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിനോടകം തന്നെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനം ചൈനയുടെ നിലപാടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന. ഈ ഉപരോധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ചൈനയെ തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ഇറാന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ലഭ്യമായിട്ടുണ്ട്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇതിനോടൊപ്പം തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തതെന്നും എന്നാൽ അമേരിക്കയുടെ നിലപാടുകളാണ് തിരിച്ചടിയായതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയെ ഇങ്ങനെയുള്ള നിലപാടുകളിലേക്ക് എത്തിച്ചത് ഇസ്രയേൽ ആണെന്നും അദ്ദേഹം ആരോപിച്ചു.